ഡെയിലി 3 വട്ടം ഡയാലിസ് ചെയ്യുന്ന പേഷ്യന്റ് കൂടിയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ അത് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അവരോടൊന്ന് ചോദിച്ചറിയാം. ഞാൻ കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റിൽ തുടങ്ങിയതാണ്. 1 വർഷം ആവാനായി, 10 മാസമായി. ഡെയിലി 3 തവണ വെച്ച് ചെയ്യും. 3 തവണ 4 മണിക്കൂർ കട്ടായിട്ട് 3 പ്രാവശ്യം ചെയ്യും. ഇതിന്റെ അവസ്ഥകൾ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്ന്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. അതോടൊപ്പം മാനസിക പ്രയാസങ്ങളുണ്ടാവും. ഇതൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദിവസം രാത്രി 3 വട്ടം ഡയാലിസ് ചെയ്യാൻ മിനിമം ഒരു 6 വട്ടമെങ്കിലും എണീക്കണം. ഇത് ഒരു വട്ടം ആ ഒരു ലിക്വിഡ് അകത്തേക്ക് കയറ്റുക, പിന്നെ ഒരു വട്ടം അത് പുറത്തേക്ക് ഇറക്കുക. ഇങ്ങനെ 4 മണിക്കൂർ ഇടവിട്ട് എണീക്കണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പകലിപ്പോ ജോലിക്കും പോകുന്നുണ്ട്, പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റൂല ഈ ഒരു സിറ്റുവേഷനിൽ. ഇതിന് ട്രീറ്റ്മെന്റിന് തന്നെ മാസത്തിൽ 18,000 രൂപ ചെലവുണ്ട്. അതല്ലാണ്ട് ബാക്കിയുള്ള ഗുളിക മരുന്നും വീട്ടു ചെലവും ഇതെല്ലാം ആയിട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ അവരവർക്കാവുന്ന സഹായം ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന സഹായം എന്താണെങ്കിലും ചെറുതാണെങ്കിലും പറ്റുന്ന സഹായം ചെയ്യുക. ഈ കാണുന്നത് ഡയാലിസിസിന് ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ആണ്. ഒരു ദിവസം 3 എണ്ണം വീതം ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സൊല്യൂഷൻസ് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. സമയം ഇപ്പോൾ രാത്രി 12 മണിയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഒരു ഡയാലിസിസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പരമാവധി കെയർ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കെയർ ചെയ്തിട്ട് ചെയ്യുന്നത്. ചെറിയൊരു മഞ്ഞ കളറായിട്ട് വരും. കേട്ടുന്ന 2 ലിറ്റർ വെക്കുമ്പോൾ ഞാനത് തൂക്കി വെക്കും. 2.5 ലിറ്റർ ഉണ്ടാവും. പത്തിൻ്റെ ഉണ്ട് കാരണം വീഡിയോയിൽ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും അകത്ത് നല്ല വിഷമമുണ്ട് എന്നുള്ളത് മുഖത്ത് കാണാം. മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു ഡയാലിസിസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു വഴി ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. കൂടാതെ ഇപ്പൊ അദ്ദേഹം ഒരു ഓട്ടോ ഓടിക്കുകയാണ്. അത് വാടകക്കാണ്. സ്വന്തമായിട്ടൊരു ഓട്ടോ ഉണ്ടെങ്കിൽ ആ വാടക ഒഴിവാക്കി അതിൽ നിന്നുള്ള വരുമാനവും കൂടി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കും പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. കാരണം അവരവർക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നിടത്തോളം അവരവർ അധ്വാനിക്കാൻ തയ്യാറാണ്. അതിന് നമ്മൾ വഴി കാണിക്കണം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്നാൽ ഇത് പോയി. ഏകദേശം 10 മിനിറ്റ് ആവാനായി. ഫുള്ളായിട്ട് വേറിൻ്റെ ഉള്ളിൽ ലോഡാവും. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ ബാക്കിനുള്ളിൽ? 4 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നേരെ ഇതേപോലെ വീണ്ടും കടന്നിട്ട് ഇതിലേക്ക് റിട്ടേൺ ആക്കണം. ഇതേപോലെ ഡെയിലി 3 വട്ടം ചെയ്യും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വർക്കല്ല അതിന്റെ ഇടയിൽ ഇങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സാധനം സിംഗിൾ യൂസാ? സിംഗിൾ യൂസ്. ഇപ്പൊ നിങ്ങൾ മാറ്റാത്ത എന്തായത്? ഒരു ദിവസം 3 എണ്ണം 4 എണ്ണം വേണം. 200 രൂപ അതാണ്. പിന്നെ ഇതിന്റെ ബാഗ് അതും സിംഗിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇതാക്കല അവസ്ഥ റിട്ടേൺ ഇങ്ങോട്ട് വരില്ലേ? അത് ഇങ്ങോട്ടേക്ക് ഓഫ് ആക്കി ഇടവന്നാക്കി എന്നത് ഓപ്പൺ ആക്കി വരും. റിട്ടേൺ എടുക്കേണ്ട വേഗം വേറെ തന്നെ കിട്ടുന്ന വേഗമാണ്. സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് കുത്തിയില്ലേ എന്നത് ഇതിലൊക്കെ കുത്താൻ പാടില്ല. വേറെ എടുക്കാം. രണ്ടാമത് അതായത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ മൂടി അങ്ങനെ ഇപ്പൊ എനിക്ക് എടുത്തു കഴിഞ്ഞാല് പിന്നെ ഇതെടുക്കാൻ പാടില്ല. വേറെ യൂസ് ചെയ്യേണ്ടത്. തേങ്ങ പൈസ ഇല്ലാതെ ഞാൻ ഒപ്പിക്കുന്നത് കാര്യങ്ങളതും
ഗുളിക പറയണ്ടല്ലോ ഇതല്ലാണ്ട് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ബോധ്യപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇദ്ദേഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം, പറ്റാവുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ പേ QR കോഡും കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക.